ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല ഒരു ദിവസം ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മുടെ ഒരു നല്ല ഒരു ക്രിസ്മസ് ദിനം കഴിഞ്ഞു, പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ഒരു ക്രിസ്മസ് സന്ദേശമായിട്ട് അടിയൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരു വചനം പറയാനായിട്ട് ഒരവസരം കൂടി ദൈവം തന്നിരിക്കുന്നു. അത് ഞാൻ ഉപയോഗിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെല്ലാവരെയും ഓർക്കുന്നു. എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. ഏറ്റവും താഴ്മയോടുകൂടി എനിക്ക് തരുന്ന ആ ആലോചന ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ പറയുന്നു. അനുഗ്രഹമായി തീർക്കട്ടെ, യേശു നാമത്തിൽ തന്നെ. സ്തോത്രം. അപ്പോൾ തന്നെ സകല ജനത്തിനും ആയിട്ട് നൽകി തന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ക്രിസ്മസ് സന്ദേശം. ആ ദൂതന്മാരവിടെ പറയുന്നത് സകല ജാതികൾക്കും ഉണ്ടാകുവാനിരിക്കുന്ന ഒരു സന്തോഷം. അപ്പം അങ്ങനെ ഞാൻ പറയുന്നത്, ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ള ഒരു കാര്യം നമ്മൾ തിരിഞ്ഞു നോക്കണം. എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഇപ്പോൾ ക്രിസ്മസ് ഡിസംബർ 25 നമുക്ക് വലിയൊരു ഫെസ്റ്റിവലാണ്. ലോകം മുഴുവൻ, ഏകദേശം ലോകത്തിലെ നല്ലൊരു ശതമാനം ആൾക്കാർ ഡിസംബർ 25 ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നു. നമ്മളും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ നമ്മളൊക്കെ ആഘോഷിച്ചു. അപ്പോൾ എല്ലാവരും കുറേ ഭക്ഷണ കാര്യങ്ങളും കുറേ ഇറച്ചി മീനും ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുപോകും. അതുതന്നെ അവിടെ ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ സകല ജനത്തിനും വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് മാത്രം ആഘോഷിക്കും. നമ്മൾ കേക്കും വൈനും കുറേ ഇറച്ചികളൊക്കെ കഴിച്ച് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ കൺസേൺ നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ ഇല്ലാത്തവൻ്റെ ആ കഷ്ടത്തിന് അവനിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ ചോദിക്കുന്നത്, വാസ്തവമായി നിങ്ങളുടെ ഉള്ളിൽ ഈ ക്രിസ്തു ജനിച്ചോ? അതോ നിങ്ങളുടെ വീടിന് മുമ്പിൽ വെച്ചിരിക്കുന്ന 1,00,000 രൂപ ബ്രോഡ്വേന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് വെച്ചിരിക്കുന്ന ആ പുൽക്കൂട്, ആ ചൈനീസ് പുൽക്കൂട്ടിലാണോ യേശു ജനിച്ചിരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ വാസ്തവമായും ഈ ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അതോ 25-ാം തീയതി മാത്രമേ ജനിക്കുന്നുള്ളൂ? അപ്പോൾ ഇത് വചനപ്രകാരം നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ക്രിസ്തുവിൻ്റെ ജനനം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ ഇവിടെ കരുതാൻ നിങ്ങൾക്ക് സാധിക്കും. സ്തോത്രം. അങ്ങനെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, കൂടുതലും ആൾക്കാർ അങ്ങനെയാണ്. അപ്പോൾ 1 കൊരിന്ത്യർ 6:19 പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ബ്രോഡ്വേന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ ചൈനീസ് നിർമ്മിത 1,50,000 രൂപയുടെ ആ പുൽക്കൂട്ടിലല്ല ക്രിസ്തു ജനിക്കുന്നതല്ല ക്രിസ്മസ്. നമ്മുടെ ഉള്ളിൽ വാസ്തവമായി യേശു ജനിക്കും. സ്തോത്രം. അപ്പോൾ ഈ യേശു ആരാ? അതിനെക്കുറിച്ചൊരു വാക്ക് പറയാനാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ യേശു എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ദൈവം, ആ ദൈവം തന്നെയാണ് യേശു. അപ്പോൾ അത് സ്തോത്രം. ഞാനങ്ങനെ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ആ പഴയ നിയമത്തിൽ പറയുന്ന യഹോവ തന്നെ, അവൻ തന്നെ ആ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എത്ര പേർ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ യഹോവയാണ് ദൈവം പഴയ നിയമത്തിൽ. അപ്പോൾ ഞാൻ പറയുന്നത്, ആ ഒരു മഹാദൈവം ഇന്നിപ്പോൾ നമ്മൾ ഫിസിക്സോ സയൻസിലോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഈ കോടാനുകൂടി അല്ലെങ്കിൽ അതിൻ്റെ കണക്ക് നമുക്കറിയില്ല. അതുപോലെ നക്ഷത്രങ്ങൾ ഈ ഭൂലോകത്തുണ്ട്, ഈ ആകാശങ്ങളിലുണ്ട്. വചനം പറയുന്നത്, ഉൽപ്പത്തിയിൽ പറയുന്നത്, ആദ്യം ദൈവം, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ്, ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ അതിന് എണ്ണമില്ല. ആകാശങ്ങൾ, ഈ ആകാശമൊക്കെ കത്തി കഴിഞ്ഞ് പോകാനുള്ളതാണ്. ഇനി പുതിയ ആകാശവും ഭൂമിയെല്ലാം പുതിയ ആകാശവും ഭൂമിയെല്ലാം വരും. അതിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ കോടാനുകൂടി നമ്മുടെ ഈ ഒരു സൗരയൂഥം, ഇത് ഏകദേശം 8-10 വലിയ ഗ്രഹങ്ങളും പിന്നെ
കോടാനുകോടി ട്രില്യൺസ് ആൻഡ് ബില്യൺസ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൂടിയ ഒരു പ്രപഞ്ചമാണ് നമ്മുടെ ഈ ഭൂമി വസിക്കുന്ന പ്രപഞ്ചം. ഇതുപോലെ ഗാലക്സികൾ, കോടാനുകോടി ഗാലക്സി ഉണ്ടെന്നാണ് സയൻസ് പറയുന്നത്. അപ്പോൾ അതാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. ആകാശത്ത് കടൽ തീരത്തെ മണൽത്തരി പോലെ സ്റ്റാർസ് ഭൂമി ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ അതുപോലെ എത്രായിരം കോടി ഗാലക്സികൾ ഈ അതുപോലത്തെ ഒരു പ്രപഞ്ചമാണ് എൻ്റെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇതിൻ്റെ പുറകിലുണ്ട്. ഇതിനെ മുഴുവൻ ഇവിടെ നമ്മുടെ എറണാകുളത്തെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു കളി വന്നു കഴിഞ്ഞാൽ മലപ്പുറത്തു നിന്നൊക്കെ കുറേ ആൾക്കാർ വണ്ടി പിടിച്ച് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 ദിവസം ട്രാഫിക് സിഗ്നലൊക്കെ കംപ്ലൈൻ്റ് ആയി പോകും, എല്ലാം താറുമാറായി പോകും. ഇവിടെ 2026 വർഷമായിട്ട് ഒരു നക്ഷത്രം പോലും നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ കവചമുണ്ട്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് താഴോട്ട് വീണിട്ടില്ല. സ്തോത്രം. അപ്പോൾ ഇതിൻ്റെ പുറകിലെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ വലിയൊരു കരുതലുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ കരുതലിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതല്ല, അത്ര ആയിരക്കണക്കിന് കോടി ഗാലക്സികളിൽ എത്ര ട്രില്യൺ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുണ്ടെന്ന് ഒരു സയൻസും ഒരു സൂപ്പർ കമ്പ്യൂട്ടറും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല, ഇനിയോട്ട് കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അതിന് മുമ്പ് കർത്താവ് ഇവിടെ എത്തിയിരിക്കും. അപ്പോൾ ഇനി അത് കണ്ടുപിടിക്കാൻ ഇനി എത്ര ആയിരം കോടി വർഷം കഴിയണം, അതുവരെ ഈ ഭൂമി ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ അത് എണ്ണി തീർക്കാൻ നമ്മുടെ ഈ തലച്ചോറ് പോരാ, ഒരു സൂപ്പർ കമ്പ്യൂട്ടറും അതിന് പറ്റില്ല. പഴയ നിയമത്തിൽ ബാബേൽ ഗോപുരം പണിയാനായിട്ട് മനുഷ്യന് ഒരു ചെറിയൊരു ശക്തി ദൈവം കൊടുത്തു, എന്നിട്ടും അതൊന്നും എത്തിയില്ല. അത് മനുഷ്യൻ്റെ ഒരു ചിന്തകളാണ്, ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അത്ര ഭയങ്കരനായ മോസ്റ്റ് റെവറൻ ഗോഡ്, നമ്മുടെ ജൈജാൻറ്റിക് ഗോഡ്, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവൻ്റെ ആ കരുതൽ, അവൻ്റെ ആ സൃഷ്ടി, ഇതിൻ്റെ ആലോചന, അവൻ്റെ ആലോചന എത്ര വലിയതാണ്. അപ്പോൾ ഇത്ര വലിയവനായ ദൈവത്തെ നമുക്ക് നമ്മുടെ ഈ 850 അല്ലെ 900 ഗ്രാം തലച്ചോറ് കൊണ്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യനെ കൊണ്ട് അത് പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ തലച്ചോറിൻ്റെ ഫ്യൂസ് ഉണ്ടെങ്കിൽ അതുപോലും അടിച്ചു പോകും. അപ്പോൾ അതുപോലെ അങ്ങനത്തെ ഒരു വലിയ ദൈവത്തെ നമ്മുടെ 1 Corinthians 6:19 പറയുന്നത് ഇത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരത്തിൽ വസിക്കുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് ഇത്. അപ്പോൾ നമ്മൾ നടക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ടെമ്പിളാണ്, നമ്മൾ സഞ്ചരിക്കുന്ന ആലയങ്ങളാണ്. നമ്മുടെ ഉള്ളിലാണ് ഈ ദൈവങ്ങൾ വസിക്കുന്നത്. അല്ലാതെ യെരുശലേം ദേവാലയത്തിലോ വേളാങ്കണ്ണി പള്ളിയിലോ മലയാറ്റൂർ പള്ളിയിലോ അല്ല, ശബരിമലയിലോ മക്ക മദീനയിലോ അങ്ങനെയുള്ള ആരാധന ആലയങ്ങളിലല്ല ദൈവം വസിക്കുന്നത്. 1 Corinthians 6:19 പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലാണ്. സ്തോത്രം. അപ്പോൾ ഈ ദൈവത്തെ വസിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മളെ കാണുമ്പോഴാണ് പിശാചിന് നടുങ്ങേണ്ടത്. നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്. നമ്മൾ റണ്ണിങ് ടെമ്പിൾസാണ്, നമ്മൾ നടക്കുന്ന ആലയങ്ങളാണ്, സഞ്ചരിക്കുന്ന ആലയങ്ങളാണ്. നമ്മൾ അനേകരെ ഈ നിലത്ത് കിടക്കുന്നവരെ പൊക്കിയെടുത്ത് സ്വർഗത്തിലേക്ക് കൊടുക്കുന്ന ആൾക്കാരാണ്. സ്തോത്രം. അപ്പോൾ അങ്ങനത്തെ പ്രിഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മുടെ ഉള്ളിൽ ഈ ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ? സ്തോത്രം. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. വേറെ ഒരു ഭാവവും വേണ്ട. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ, ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ, ഒരു സിനിമാ നായകൻ്റെ അല്ല. ക്രിസ്തു യേശുവിനുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിപ്പോൾ 1.5 ലക്ഷം രൂപയുടെ പുൽക്കൂട് വെച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഈ ക്രിസ്തു ജനിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ ദൂതന്മാർ വന്ന് പറഞ്ഞത്, ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയുക, ഇത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കേണ്ട ഒരു സുവിശേഷം. ഒരാൾക്കൊറ്റയ്ക്കല്ല,
മറ്റുള്ളവർക്കും കൂടി കൊടുക്കുക. സ്തോത്രം. ആ ഒരു ആലോചന നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഏറ്റവും മനോഹരമായിട്ട്. അത് കൊണ്ടുപോകാൻ ഈ സുവിശേഷം ഇത് അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇത് അറിഞ്ഞത് കൊണ്ട് ഞാനിത് മറ്റുള്ളവർക്കും ഇത് ഞാൻ അറിയിച്ചു കൊടുക്കുക. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അറിയിക്കുന്നതിൽ എനിക്ക് ഒട്ടും പുകഴാനില്ല. ഞാൻ അറിയിച്ചില്ലെങ്കിൽ എനിക്ക് കഷ്ടമുണ്ട്. സ്തോത്രം. അപ്പോൾ അത് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെക്കൊണ്ട് കഴിയാവുന്ന പോലെ നമ്മൾ ചെയ്യുക. നമ്മൾ തന്നെ മേടിച്ച് കേക്കും വൈനും കഴിക്കാമെന്നല്ല. ഇത് ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒന്ന് ആലോചിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഞാനൊരു മനുഷ്യനെ അന്വേഷിക്കുന്നു. സ്തോത്രം. അപ്പം അങ്ങനെ ഈ കാലഘട്ടത്തിലൊക്കെ നമുക്ക് അങ്ങനെ ആയിരിക്കാം. അനേക രാജ്യങ്ങൾ പ്രയാസത്തിൽ, കഷ്ടത്തിൽ, അനേക ജനകോടികൾ സുവിശേഷം അറിയാനുണ്ട്, യേശുവിനെ അറിയാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ പരമാവധി നമ്മൾ ശ്രമിക്കുക. നമ്മളെക്കൊണ്ടാകുന്നത് പോലെ നമ്മൾ ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നോ അതുപോലെ ചെയ്യുക. അതിന് ദൈവം അതിനു വേണ്ട കഴിവും വഴിയെല്ലാം നിങ്ങൾക്ക് തരും. നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾക്ക് ചെയ്യാവുന്ന അത്രയും ഉള്ള ആ കൃപ ദൈവം തരും. അത് തരും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതല്ല ഇനി 2027 ക്രിസ്മസും നമ്മൾ ആഘോഷിക്കും. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഞാൻ പ്രതീക്ഷിച്ചതല്ല. നമ്മളാരും നമ്മളിപ്പോൾ 850 കോടി ജനങ്ങളുണ്ടെങ്കിൽ 1000 കോടി ആകുന്നത് വരെ നമ്മളെല്ലാവരും നമ്മുടെ ഈ ഭൂമി ഇവിടെ ഉണ്ടാവും. സ്തോത്രം. അപ്പോൾ 1000 കോടി തികയുമ്പോഴത്തേക്ക് നമ്മുടെ എൻ്റെ കർത്താവ് ഇവിടെ വരും. നമ്മളും ആ കർത്താവിൻ്റെ കൂടെ ഇവിടെ വരും. അതുവരെ നമുക്ക് ക്രിസ്മസുകളൊക്കെ വേണമെങ്കിൽ ആഘോഷിക്കാം. ഇതെല്ലാം കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന, ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ദൈവം ഞാൻ പറഞ്ഞു വന്നത്, ഈ ദൈവം ഒരു ജൈജാൻറ്റിക് വലിയ ദൈവം. ഈ ദൈവത്തെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ദൈവം തന്നെ ഭൂമിയിലേക്ക് വന്ന ഒരു ദിവസമാണ് ക്രിസ്മസ് ആയിട്ട് നമ്മൾ എന്ന് വെച്ചാൽ ഇന്നും ആൾക്കാർ പറയുന്ന ഉണ്ണിയേശു പുൽക്കുട്ടിൽ ജനിച്ചു. ഒരു ഉണ്ണിയേശു അല്ല. ആ ദൈവം അന്ന് അവിടെ മറിയ, ആ വചനഭാഗങ്ങളൊക്കെ ഞാൻ മറന്നുപോയതാണ്. മറിയ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേന് ദൂതൻ പറയുമ്പോഴത്തേന്, നിൻ്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് ഇപ്പോൾ 6-ാം മാസമായിരിക്കുന്നു. അപ്പോൾ മറിയ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ എലിസബത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ഈ പിള്ള തുള്ളി എന്നവിടെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനത് ഒരു സ്ഥലത്ത് ഞാനത് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞതാണ്. ഒരു പ്രധാനപ്പെട്ട ഒരാൾ തന്നെ. പുള്ളി പറഞ്ഞത്, അത് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചിന്ത, ഒരു മാനുഷിക ചിന്തയിൽ എന്നുവെച്ചാൽ ഈ മറിയയുടെ ഉള്ളിൽ വളരുന്നതല്ല. മറിയയുടെ ഉള്ളിലുള്ളത് ഒരു കോശമുള്ള ഒരു ജീവിയല്ല, അതൊരു ദൈവമാണ്. അതൊരു ദൈവം എന്ന് വെച്ചാൽ തനി ദൈവം. അതൊരു 10 മാസം ഭൂമിയിലെ പ്രോസസ്സ് അനുസരിച്ച് 10 മാസവും 9 മാസവും 9 വിനാഴിക എന്ന് പറഞ്ഞൊരു ടൈമുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സമയം അല്ല, ഭൂമിയിലെ രീതി അനുസരിച്ച് ആ മനുഷ്യൻ വരേണ്ട സമയം പോലെ ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിൽ വന്നു എന്നല്ലാതെ അതൊരു പാത്രം തിരഞ്ഞെടുത്ത്, നല്ല വിശുദ്ധിയുള്ളൊരു പാത്രം തിരഞ്ഞെടുത്ത് അതിനകത്തൂടെ വന്ന് ആ ഭൂമിയിലെ ആ രീതി അനുസരിച്ച് മറിയയുടെ ഉള്ളിൽ വന്ന്. പക്ഷെ അത് ദൈവം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. മനുഷ്യനായിട്ടാണ് വന്നതെങ്കിലും അതാ മനുഷ്യൻ്റെ മുഴുവൻ ആ കാര്യങ്ങളും ഏറ്റെടുത്ത് മനുഷ്യനെ പോലെ തന്നെ വന്ന് ജീവിച്ച് മരിച്ചു മനുഷ്യൻ്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കുക. അതാണ് നമ്മളങ്ങനെ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പം അതൊരു ശിശുവല്ല, അത് ദൈവം തന്നെയാണ്. ഒരു ഉണ്ണിയേശു അല്ല. ദൈവമായിട്ട് വന്നു, അവൻ ദൈവമായിട്ട് തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റ് പോയി, അവൻ വീണ്ടും വരും. സ്തോത്രം. അല്ലാതെ ക്രിസ്തു എന്ന് പറഞ്ഞൊരു കൊച്ചു കുഞ്ഞല്ല. സ്തോത്രം. ആ ദൈവം തന്നെ, ആ വലിയ ദൈവം തന്നെയാണ്. അവിടെ ഉൽപ്പത്തി 1:26 പറയുന്നുണ്ട്,
വാ നാം നമുക്ക് വാ നാം നമുക്ക് നമ്മുടെ സ്വന്തം സ്വരൂപത്തിൽ നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാമെന്നാണ്. മറ്റേ മൃഗങ്ങളെ പക്ഷികളെ ഉണ്ടാക്കിയതുപോലെയല്ല നമ്മളെ ഉണ്ടാക്കിയത്, ദൈവത്തെ പോലെ തന്നെയാണ്. അത് തന്നെ അവിടെ അപ്പോസ്തലനും പറഞ്ഞിരിക്കുന്നത് പൗലോസ്. ക്രിസ്തു യേശുവുള്ള ഇതേ ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. അപ്പം ആ ദൈവം ഭൂമിയിലേക്ക് വന്ന ഒരു രൂപം, അതാണ് ക്രിസ്തു യേശുവിൻ്റെ ആ ഭാവം, അതേ മനോഭാവം. അപ്പം അത് തന്നെ നമുക്കുള്ളത് നമുക്ക് കൊടുക്കാം, മറ്റുള്ളവന് വേണ്ടി പങ്കുവെച്ച് കൊടുക്കുക. അതാണ് ദൈവം കാണിച്ചത്. ആ ക്രൂശിലും തകർന്നു. അവൻ ഈ 1000 കോടി ജനങ്ങൾക്ക് വേണ്ടി അവൻ തകർന്നെങ്കിൽ ഇനി അവരെയൊക്കെ ചേർത്ത് കൊള്ളാനായിട്ട് അവൻ വീണ്ടും വരും. അതിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുന്നു. 3000 എന്ന് പറഞ്ഞൊരു കലണ്ടർ നമ്പർ നമ്മുടെ ഈ ഭൂമിയിലൊക്കെ അത് ഉണ്ടാവില്ല. അതിന് മുമ്പ് നമ്മുടെ കർത്താവ് ഇവിടെ വരും. സ്തോത്രം. അപ്പോൾ ഇനിയുള്ള ക്രിസ്മസൊക്കെ നമുക്ക് ഇതുപോലെ പങ്കുവയ്ക്കപ്പെടുന്നതാണ് ഈ സുവിശേഷം. അതനേകം അറിയാത്തവരെ നമ്മൾ അറിയിക്കുക. അതായിരിക്കട്ടെ നമ്മുടെ ഇനിയുള്ള എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ യഹോവ ദൈവം അത് തന്നെയാണ് നമ്മുടെ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന ആ യേശു. സ്തോത്രം. ക്രിസ്മസ് അല്ല, ഉണ്ണിയേശു അല്ല. സ്തോത്രം. ആ വലിയ ദൈവം, ഗ്രേറ്റ് ഗോഡ്, മഹാദൈവം, അവൻ്റെ കയ്യിൽ ഇത്ര വലിയ ആകാശങ്ങളിലേക്ക് നോക്കിയാൽ നമ്മൾ ദൈവം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ നോക്കിയിട്ട് എന്ത് നോക്കിയാലും കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് കാഴ്ചയുള്ളവർക്ക് അറിയാം ആകാശത്തിലെ അത്ഭുതങ്ങളെ നോക്കുമ്പോഴത്തേന് എന്തൊക്കെ ഇത്ര വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത്. നക്ഷത്രങ്ങൾ പോലും പൊട്ടിത്തകർന്ന് വീഴുന്ന ഒരു തരി പോലും നമ്മുടെ മേത്ത് കൊള്ളുന്നില്ല. എന്നുവെച്ചാൽ അതുപോലെ പാളികൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ഭൂമിക്ക് മുകളിലൂടെ. ഇതിനകത്തേക്ക് ഈ ഭൂമിയെ എത്രായിരം കോടി നക്ഷത്രങ്ങൾ, ഇതൊക്കെ കളഞ്ഞിട്ട് ഒരു പുതിയ ഭൂമിയെ സൃഷ്ടിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. ഈ തകർന്നതിനെ വീണ്ടും പണിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. പുതുക്കി തരും. ഈ ഭൂമിയൊക്കെ പോയി പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും എല്ലാം ഓൾറെഡി സെറ്റാണ്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സമയമായാൽ മാത്രം മതി. ഇതെല്ലാം മാറി പുതിയൊരു ഭൂമി, പുതിയ ആകാശം, പുതിയ ബ്രഹ്മണം എല്ലാം വരും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ എല്ലാം കവചങ്ങളുമുണ്ട്. നമ്മളായിരിക്കുന്ന വീട്ടിൽ നമുക്കൊരു സ്പിരിച്വൽ കവറിങ്, നമുക്ക് ഒരു ഡിവൈൻ കവറിങ് നമുക്ക് സൃഷ്ടിക്കാം. നമ്മളെ പ്രാർത്ഥനാ കവചം ഉള്ള കൂട്ടത്തില്ല. നമുക്കൊരു പേഴ്സണൽ ഓൾട്ടർ നമ്മുടെ വീടുകളിലുള്ളതാണ്. അതൊക്കെ നമുക്ക് ഉണ്ടാകും, അത്ഭുതമാകും. അപ്പോൾ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു ഡിവൈൻ കവറിങ്, സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം നമ്മുടെ വീട്ടിൽ. അത് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ എൻ്റെ ഒരു ക്രിസ്മസ് സന്ദേശം. ദിവസങ്ങൾ കഴിഞ്ഞു പോയി എങ്കിലും ഇന്നത് പറയാൻ ദൈവം അനുവദിച്ചു. യേശുവിനെല്ലാം മഹത്വം കൊടുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.